5000-ഓ 10000-ഓ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ പല ഭാഗത്തും അന്നത്തെ വിശ്വവിദ്യാലയങ്ങൾ ആയിരുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ഋഷിമാർ മനനം ചെയ്ത് എത്തിയ നിഗമനങ്ങൾ, അറിവുകൾ അല്പം കാലങ്ങളിൽ നമ്മളിൽ പലരും മറന്നുപോയ ആ അറിവുകൾ വീണ്ടും നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം എന്നോണം ഒരു കെമിക്കൽ എഞ്ചിനീയറായ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഒരു സ്ഥാപനം തുടങ്ങി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന് അന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു പ്രഭാഷണം കേട്ട ശേഷം ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ഞാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ആചാര്യ സ്ഥാനം പോലും കൽപ്പിച്ചു കൊടുക്കണം. ആര്യഭട്ടൻ, ഭാസ്കരാചാര്യൻ, സംഗമഗ്രാമത്തിലെ മാധവൻ, വരാഹമിഹിരൻ, ധന്വന്തരി, അങ്ങനെ പലരും പല രംഗത്തും, ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും ചികിത്സാ രംഗത്തും അതുപോലെ ചാണക്യനെ പോലുള്ള ആളുകളുടെ ഭരണപരമായ രംഗത്തെ അന്നത്തെ നിഗമനങ്ങൾ എക്കാലത്തും വിലപ്പെട്ടതാണ്. നമുക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള ഒരു പഴയ സിനിമാ ഗാനമുണ്ട്, അനാദിമധ്യാന്തമീ വിശ്വചരണം. അത് ഒരു കവിയെ കൊണ്ട് പാടിപ്പിക്കാൻ സാധിച്ചത് അദ്ദേഹം ആർഷഭാരത സംസ്കാരത്തെ, ആ വിജ്ഞാനത്തെ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇന്നും ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഈ യൂണിവേഴ്സിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉൽപ്പത്തിയെ പറ്റി, അതെങ്ങനെ വളർന്നു വരുന്നു, ഇനിയും അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ പറ്റി. ഓരോ രംഗത്തും അന്ന് നമ്മൾക്ക് കിട്ടിയിരുന്ന ആ വിജ്ഞാനം അത് ക്രോഡീകരിച്ച് അത് പുതിയ തലമുറയിലേക്ക് പകരാൻ, അതുപോലെ ആധുനിക രംഗത്തുള്ള ഒബ്സർവേഷണൽ കേപ്പബിലിറ്റീസ് പല രംഗത്തും അതും ഉപയോഗിച്ച് പുതുതായിട്ടുള്ള അറിവുകൾ നേടുന്നതിന് വരും തലമുറയെ പ്രാപ്തരാക്കാനായിട്ട് ഈ സ്ഥാപനത്തിന് ഒരു വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായി ഈ ഒരു ചെറിയ ഒരു സംരംഭത്തിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതിൽ ഞാൻ കൃതാർത്ഥനാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഞങ്ങൾ കണ്ടുമുട്ടിയിരുന്നു. പല സ്ഥലത്തും ഇതിനു മുമ്പും ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ചിട്ടുണ്ട്, പല വേദികളിലും. അന്ന് പറഞ്ഞതിന് പ്രകാരമാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴും ഞാൻ വിചാരിച്ചതിൽ വളരെ വളരെ അധികം മടങ്ങ് വ്യാപ്തിയുള്ള ഒരു സ്ഥാപനമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പഴയകാലത്ത് ഭാരതത്തിൽ ഈ പ്രദേശത്തിന് ഉണ്ടായിരുന്ന ആ ഒരു പ്രാമുഖ്യം അത് വീണ്ടും നമുക്ക് ലഭിക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വലിയ പങ്ക് വഹിക്കും. ഇതിനെ സഹായിച്ച എല്ലാവരെയും, വേദിയിരിക്കുന്ന എല്ലാവരും പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിനെ സഹായിച്ചിട്ടുണ്ട്. സദസ്സിലിരിക്കുന്നവരും അതുപോലെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പങ്കെടുക്കുന്നു. എല്ലാവർക്കും നന്ദി. നമ്മുടെ
വരുന്ന തലമുറയിലും ഈ സംസ്കാരത്തിൻ്റെ 10,000-ങ്ങളോളം വർഷങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന ആ DNA നമ്മുടെ യുവതലമുറയിലുണ്ട്. അതിനെ ഉണർത്തിക്കൊണ്ടുവന്ന് ആധുനിക ഭാരതത്തെ ലോകത്തിൽ ഒന്നാമതാക്കി കൊണ്ടുവരാനായിട്ട് ഉള്ള യത്നത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. എല്ലാ നന്മകളും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. GV ഈശ്വർജി ബ്ലോക്കിന്റെ ഉദ്ഘാടനം താഴത്തെ നിലയിൽ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ച ശേഷം ഈ ഓഡിറ്റോറിയത്തിന്റെ കൂടി ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ രാധാകൃഷ്ണൻ അവർക്ക് ആദര പുരസ്സരം നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ഭാരതീയ വിദ്യാവിഹാർ സ്കൂളിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ശ്രീമതി കലാവല്ലി മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Very good afternoon to you all. The Bharatiya Vidyavihar, established in the year 2006, is a model school to promote the values of Indian culture and scientific heritage to the future generation through curriculum and various activities. Now the school has grown up to 8th standard with a strength of 780 students and 36 teaching staff. Special features of Bharatiya Vidyavihar: 6 digital classrooms have set up in Bharatiya Vidyavihar by a Bangalore-based company, EduRite. All the teachers have got trained to teach through digital system. Teaching learning activity is very effective for science, social science and maths through digital classes. KG children enjoy the learning activity through digital classes. Second feature, performing arts. Classical dance, Bharatanatyam, Mohiniyattam and Kuchipudi. Classical music, yoga, mridangam and keyboard classes are conducted regularly and systematically in the school by the eminent and qualified teachers. Option of any one of the fine art is compulsory for the students from 4th standard to 8th standard. Indian scientific heritage studies are also included in the curriculum from KG level onwards. Class teachers teach, discuss and present the facts, information and values of our great heritage daily during first period for 10 minutes. Separate periods are given during Saturdays for heritage studies and graded books are given to students for reference. Spoken Sanskrit. Common Sanskrit words in daily use, small sentences are taught orally from standard 1 to 8. Listening to Sanskrit stories and spoken Sanskrit CD from Rashtriya Sanskrit Sansthan are also included in the syllabus. Languages, Malayalam and Hindi are compulsory from standard 1 to 8. Learning of Sanskrit is made compulsory from standard 5 to 8 as a part of curriculum. We plan to promote the graded level exam, Saral Sanskrit Pariksha, conducted by Vishwa Samskrita Pratishtanam, Kodungalur from 2012 onward. To make the learning of mathematics easy, abacus classes are being conducted for the students of standard 3 by Gamma Abacus Company. Geeta chanting classes by Mrs. Brinda Iskon are conducted for the students of 3rd standard and also for the teachers. Veda Mandrangal, Subhashitangal, Parinjulugal with their meanings are taught in the class and included in the daily prayer session by all the students. On the whole, Bharatiya Vidyavihar is a place where children, teachers and parents love to come to share and care, to learn, to teach and to exchange the views. Bharatiya Vidyavihar gives importance for family and social relationships, social and community functions and celebrations, and asks the student to participate in such functions in order to make them to understand and acquire knowledge. I am sure that those who pass through Bharatiya Vidyavihar will certainly have the knowledge of Indian values and scientific heritage. Thus, they explore and show their excellence in all fields as good and great, as individual and as a team. Wherever they go,
leaving an imprint of our great institution, Indian Institute of Scientific Heritage. Thank you. Jai Hind. Thank you, ma'am. K. Mohandas അവരുടെ സാദരം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും മണലൂർ MLA-യുമായ ബഹുമാനപ്പെട്ട ശ്രീ മാധവൻ, ISRO ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ എല്ലാമായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ശ്രീമതി സഫിയ ഇബ്രാഹിം, ശ്രീ KP രമേശ്, ശ്രീ സെബാസ്റ്റ്യൻ മാസ്റ്റർ, ഡോക്ടർ ഹരിദാസൻ പിള്ളൈ, പ്രിൻസിപ്പൽ കോമളവേലി, വിദ്യാർത്ഥികളെ, പൊതുജനങ്ങളെ, നേരത്തെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഈ അമ്പലവും അതിൻ്റെ ചുറ്റുപാടും ഞങ്ങളുടെ കുടുംബം വകയായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അങ്ങനെ ജീർണിച്ച് പൊളിഞ്ഞു കിടന്നിരുന്ന ഒരു അമ്പലത്തിന് ഈ നിലയിലാക്കി ഇത്ര വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്തിനു വിളിച്ചാലും ഞാൻ സമയമുണ്ടെങ്കിൽ ഓടി വരുന്നത്. കാണുമ്പോൾ ഓരോ തവണ വരുമ്പോഴും ഇവർക്ക് പുരോഗതി കാണുമ്പോഴും എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. ഇൻഫാക്ട് ഡോക്ടർ ഗോപാലകൃഷ്ണനാണ് അതിനെ റെസ്ക്യൂ ചെയ്തിട്ട് ഈ നിലയിൽ എത്തിച്ചത്. എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ പ്രകടിപ്പിക്കട്ടെ. കാര്യത്തിൽ ഇന്ന് ഈ ശുഭമുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും ഇത് ഓരോ പടിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് എത്തും എന്നുള്ള കാര്യത്തിന് എനിക്ക് ഒട്ടും നല്ല സംശയമില്ല. അതിനായി എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അധ്യക്ഷ പ്രഭാഷണത്തിനായി നമ്മുടെ പ്രിയങ്കരനായ MLA ബഹുമാനപ്പെട്ട PA മാധവൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ മഹാസമ്മേളനത്തിൻ്റെ ഒരു വഴിത്തിരിവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച സർവാദരണീയനായ ലോകജനതയ്ക്ക് മുമ്പ് ഇന്ത്യയെ കരടോടുകൂടി ഉയർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്ന സർവാദരണീയനായ ഡോക്ടർ കെ രാധാകൃഷ്ണൻ ചെയർമാൻ ISRO, ഈ മഹാസംരംഭത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ശ്രീ ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഇവിടെ ഈ വിദ്യാലയത്തെക്കുറിച്ച്, പഠന രീതികളെക്കുറിച്ച് അവതരിപ്പിച്ച പ്രിൻസിപ്പൽ ശ്രീമതി കലാവതി, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സഫിയ ഇബ്രാഹിം, ശ്രീ രമേശ്, സെബാസ്റ്റ്യൻ മാസ്റ്റർ, ശ്രീ ഹരിദാസൻ പിള്ള, മറ്റ് സദസ്സിലിരിക്കുന്ന അധ്യാപകരെ, മിസ്സിസ് ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരിമാരെ, ചങ്ങന്മാരെ, ചങ്ങന്മാരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒരു വലിയ ക്യാൻവാസിൽ ഒരു മഹാസംരംഭത്തിൽ മനസ്സിൽ വരച്ച് അതിനെ പടിപടിയായി രൂപപ്പെടുത്തിയെടുക്കാനുള്ള സമർപ്പിതമായ ഒരു ജീവിതം, അതാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റേത് എന്ന തിരിച്ചറിവ് ഏതാനും നിമിഷം മുമ്പാണ് എനിക്ക് പോലും ഉണ്ടായത്. വളരെ അകലിൽ നിന്ന് മാത്രമേ ഈ സ്ഥാപനത്തെ വിലയിരുത്താൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു. ഒരു കുറ്റബോധത്തോടു കൂടി അദ്ദേഹത്തിനോട് എനിക്ക് കുമ്പസാരിക്കേണ്ടി വന്നു. ഞാൻ ആ തെറ്റ് തിരുത്താം, ഞാൻ ആ തെറ്റ് തിരുത്തേണ്ടതാണ്, ഞാൻ ആ തെറ്റ് തിരുത്തുമെന്ന് ഈ സദസ്സിന് മുമ്പിൽ പറയുകയാണ്. ഈ സ്ഥാപനത്തിലെ ഒരു അസോസിയേറ്റ് അംഗമായി എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉണ്ടാകേണ്ടവനാണ് എന്ന തിരിച്ചറിവോടുകൂടി അങ്ങനെ ഒരു വാക്ക് തരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതോടൊപ്പം ഈ മഹാസംരംഭത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സർവാദരണീയനായ ഡോക്ടർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഡോക്ടർ മോഹൻദാസ് സാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. മോഹൻദാസ് സാറിനെ പോലെയുള്ള ആളുകളുടെ മനസ്സ്, ശ്രീ ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകളുടെ മനസ്സ് ഒക്കെ ഇതിന് പിന്നിലുണ്ടെങ്കിൽ ഇത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഉയർച്ച, വളർച്ച നമ്മുടെ ഭാരതീയ പൈതൃകത്തിന്റെയും
ആധുനിക ശാസ്ത്രത്തിന്റെയും സമഞ്ജസ രൂപമായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിച്ചു. താങ്ക് യു സർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി സാമൂഹ്യ പ്രവർത്തനങ്ങളാൽ നമുക്കേവർക്കും പരിചിതയായ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സഫിയ ഇബ്രാഹിമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പദമലങ്കരിച്ച നമ്മുടെ മണ്ഡലം നിയോജകമണ്ഡലം എ മാധവൻ അവർ, സ്വാഗതം പറഞ്ഞ ഡോക്ടർ എൽ ഗോപാലകൃഷ്ണൻ അവർ, ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രീമതി കലാവതി, നമ്മുടെ ഈ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ISRO ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ അവർ, എൻ്റെ പഞ്ചായത്ത് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ KP രമേശ്, ഈ വാർഡ് മെമ്പർ സെബാസ്റ്റ്യൻ മാസ്റ്റർ, ഈ സ്കൂളിലെ നമ്മുടെ ഡയറക്ടർ NHCയുടെ ഡോക്ടർ ഹരിദാസൻ പിള്ള, എൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബി, മറ്റ് ഇവിടെ വന്നിട്ടുള്ള രക്ഷാകർത്താക്കളെ, അധ്യാപികമാരെ, വിശിഷ്ട വ്യക്തികളെ, എല്ലാറ്റിലുമുപരി വിദ്യാർത്ഥികൾ നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ വേദിയിലിരിക്കുന്നതും അതുപോലെ സദസ്സിലിരിക്കുന്നതും. കാരണം നമുക്ക് ഏറ്റവും പ്രിയജനനായ, നമ്മൾ പോലും ഇവിടെ എത്തുമെന്ന് വിചാരിക്കാത്ത നമ്മുടെ ബഹുമാനപ്പെട്ട ISRO ചെയർമാൻ അവർ തന്നെ ഈ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൽ എല്ലാവരുടെ പോലെയും ഞങ്ങളുടെ പഞ്ചായത്തുകാർക്കും വളരെ സന്തോഷമുണ്ട്. ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ പഞ്ചായത്തിൽ വന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ഡോക്ടർ രാധാകൃഷ്ണൻ അവരുടെ അഭിനന്ദിക്കുകയാണ്, അതുപോലെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്കും അതൊരു മഹാഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു വേദിയിൽ ഒപ്പം പങ്കിടാൻ പറ്റുമെന്ന് ഒരു ഈശ്വരാനുഗ്രഹം പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ വായിച്ചു തന്നവരാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യം നേരിട്ട് കാണുകയാണ്. പത്രത്തിൽ കൂടെയും TV-യിൽ കൂടെ ഒക്കെ കാണാറുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ മിസ്സസിനെയും നേരിട്ട് പരിചയപ്പെടുവാനും സാധിച്ചു. എല്ലാ അർത്ഥത്തിലും വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ ഇവിടുത്തെ ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഭാരതീയ ആ ലെവലിൽ തന്നെ ഏറ്റവും ഉന്നതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ LKG UKG ഒക്കെ ആയിട്ട് തുടങ്ങി വെച്ച ഈ സ്ഥാപനം ഇന്ന് ഇത്രയും ഉയരത്തിലേക്ക് എത്തി. അവരുടെ സംസാരത്തിൽ കുറച്ച് നേരത്തെ നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിനോട്ടമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ഏത് സ്ഥാപനമായാലും അതിന്റെ ഉന്നതിയിലേക്ക് ഉയരുകയല്ലാതെ താഴാൻ പാടില്ല. അതിന് നമ്മളെല്ലാവരും പിന്നിൽ നിന്ന് സഹായിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഉന്നതിയിലേക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ പഞ്ചായത്തിലെയും പുറത്തുള്ള പഞ്ചായത്തിലെയും വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ സ്കൂൾ ഉയർന്നാൽ പല